സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ CITU വീണ്ടും സമരത്തിലേക്ക്. തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല ധർണ നടത്താനാണ് തീരുമാനം. പരിഷ്കരണത്തെ CITU പിന്തുണച്ചെന്ന് പറയുന്നത് കള്ളമാണെന്ന് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി CT അനിൽ പറഞ്ഞു. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ എത്തണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്നും CITU ആവശ്യപ്പെട്ടു. ഡ്രൈവിംഗ് സ്കൂളിൽ നിർത്തേണ്ട ഇൻസ്ട്രക്ടർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ വരണമെന്ന തെറ്റായ തീരുമാനം പിൻവലിക്കണം. കാരണം അദ്ദേഹം തിയറി ക്ലാസ് എടുക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CITUവിൻ്റെ നേതൃത്വത്തിൽ ആൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ 10-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധ ധർണ ആരംഭിക്കുകയാണ്. CITU സംഘടന ഉൾപ്പെടെ എല്ലാവരും അംഗീകരിച്ച് ഒപ്പിട്ട് തന്നു എന്നാണ് സ്ഥിരം പറയുന്നത്. ആ ചർച്ചയിൽ വന്ന വിഷയങ്ങൾ, ഭാഗികമായ തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളെ അംഗീകരിക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അഷിൻ ഡിയാഗോയാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അഷിൻ, ഇപ്പോൾ CITU ഒരു പരസ്യ സമരത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ടതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു സമരമാണോ അവർ ഉദ്ദേശിക്കുന്നത്, അതോ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഈ നടപടികൾക്കെതിരെ സാധാരണഗതിയിലുള്ള സമരം, അങ്ങനെയാണോ? ബിനില്, സംസ്ഥാനത്ത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ വീണ്ടും പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം CITU വീണ്ടും പ്രക്ഷോഭ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ആദ്യം മുതൽ തന്നെ CITU വലിയ എതിർപ്പാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇവർ ഈ ഗതാഗത മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലടക്കം അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു പരസ്യ സമരത്തിലേക്ക് CITU നീങ്ങുന്നത്. ഈ 10-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് CITUവിന്റെ തീരുമാനം. ഇവർ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ഒന്ന്, ഈ അംഗീകൃത പരിശീലകൻ, ഈ ഒരു പരിശീലകൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടാകണമെന്ന പുതിയ നിർദ്ദേശം അത് അംഗീകരിക്കാനാകില്ല. മാത്രമല്ല, വണ്ടികളുടെ കാലപ്പഴക്കം അത് ആദ്യം മുതൽ തന്നെ CITU ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. 22 വർഷം അങ്ങനെ നിജപ്പെടുത്തണം എന്നുള്ളതാണ് CITUവിന്റെ ആവശ്യം. മാത്രമല്ല, മറ്റൊന്ന്, ഈ സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഈ 40 എന്നുള്ളത് ശരിയാകില്ല, അത് വർദ്ധിപ്പിച്ച് 60 ആക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു പെൻഡിംഗ് ആയി കിടക്കുന്ന അപേക്ഷകൾ തീർപ്പാക്കാൻ കഴിയൂ എന്നും CITU പറയുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിലും പ്രക്ഷോഭം കടുപ്പിക്കാൻ തന്നെയാണ് ചോദിക്കുകയാണ്. അതായത് എന്റെ ചോദ്യം ഇതായിരുന്നു, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുഴുവൻ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമാണോ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഈ സംഭവം വെച്ച് ഈ കോഴ്സിന് വേണ്ടിയുള്ള സമരം, അങ്ങനെയാണോ? നിലവിൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അനിശ്ചിതകാല ധർണ നടത്താം എന്നുള്ള തീരുമാനത്തിലാണ് CITU ഉള്ളത്. പക്ഷേ നിലവിൽ തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പുതിയ ഒരു നിർദ്ദേശം മന്ത്രി ഇതിൽ എഴുതി ചേർത്തു എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അതായത് ഈ അംഗീകൃതമായിട്ടുള്ള പരിശീലകൻ ഈ ടെസ്റ്റിംഗ് സമയത്ത് സ്ഥലത്തുണ്ടാകണം എന്നുള്ള നിർദ്ദേശം പുതിയതാണ്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആദ്യമേ തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി പലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി പലയിടത്തും ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇത്തരത്തിൽ ഈ ടെസ്റ്റുമായി സഹകരിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ ഈ ഒരു ടെസ്റ്റ് ബഹിഷ്കരിച്ചുള്ള സമരത്തിലേക്ക് CITU കടന്നിട്ടില്ല. പകരം ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ധർണ നടത്താനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുകയാണ്. അപ്പോൾ കൂടുതൽ കടുപ്പിക്കുമ്പോൾ സമരം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചും ഈ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തുന്നവരെ സംബന്ധിച്ചും ആശ്വാസകരമായ കാര്യമല്ല. CITU വീണ്ടും പരസ്യമായ സമരത്തിലേക്ക് പോവുകയാണ്. അഷിൻ ഡിയാഗോയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.